എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൈസൂർ ദസറയെ കുറിച്ചുള്ള കാഴ്ചകളൊന്ന് കാണിക്കാനാണ്. ഈ വർഷം 2025 ദസറയുടെ കാഴ്ച കാണാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അതായത് മൈസൂർ പാലസിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ദൃശ്യമാണ്. അതായത് അതിൻ്റെ എൻട്രൻസിന് പുറത്തുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു ഭംഗിയാണ് കാണുന്നത്. ഇത് പാലസിനകത്തേക്ക് കയറുന്ന ഒരു വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇനി പാലസിനകത്ത് കയറിക്കഴിഞ്ഞാൽ പാലസിൽ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ്. ധാരാളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, കാഴ്ച കാണാനും ലൈറ്റ് ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. മൈസൂർ ദസറയുടെ ആഘോഷം കാണാൻ പോകുന്നവർ മൈസൂർ പാലസിൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും പോകണം. ഇത് പാലസിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള കുതിര വണ്ടിയുടെ ഒരു അലങ്കാരമാണ്. അതും ലൈറ്റ് കൊണ്ട് തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. മൈസൂർ ദസറയുടെ സമയത്ത് മൈസൂർ നൈറ്റ് സൈറ്റ് കാണാൻ, ആ ലൈറ്റിൻ്റെ ഭംഗി കാണാൻ ധാരാളം വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് കർണാടക, തമിഴ്നാട്, കേരളം മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരുടെ വൻ ഒഴുക്കായിരുന്നു, ഒഴുക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയ ദിവസം അത്ര വലിയ തിരക്കുണ്ടായിട്ടില്ല. ഇതൊക്കെ പിന്നെ പാലസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള റോഡിലുള്ള ദൃശ്യങ്ങളാണ്. ഇത് മൈസൂർ നഗരത്തിന്റെ ഒരു ദൃശ്യമാണ്. അതായത് ചാമുണ്ടി ഹില്ലിനടുത്തുനിന്ന് പകർത്തിയതാണത്. എന്തൊരു അട്രാക്ഷൻ ആണെന്നറിയോ. അവിടെ നിന്നും പാലസിന്റെ ഒരു ലൈറ്റ്നിങ് ഇവിടെ നിന്നും കാണാൻ പറ്റും. ദസറ പിന്നെ അടുത്തത് കൊണ്ട്, അതായത് ഇന്നും ഇന്നലെയൊന്നും വലിയ തിരക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാനും പറ്റി. ഇത് ചാമുണ്ടി ഹില്ലിൽ നിന്നുള്ള ദൃശ്യമാണ്. നമ്മുടെ ഇവിടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച, അത് ദസറയുടെ ഒരാഴ്ച ഷോപ്പൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. എന്നാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ആരെങ്കിലും ദസറക്ക് മൈസൂർ സൈറ്റ് കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ, ലൈറ്റിൻ്റെ അട്രാക്ഷൻ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോകണം. ദസറയുടെ ആ ദിവസം പരമാവധി ഒഴിവാക്കുക. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്